നമ്മൾ ഇനി അതിഥിയിലേക്ക് പോവുകയാണ്. സ്ത്രീ സമൂഹത്തിൽ സമൂല മാറ്റത്തിന് ചുക്കാൻ പിടിക്കുകയാണ് ഷീ സൈക്ലിംഗ്. നല്ലൊരു വ്യായാമം എന്നതിലപ്പുറം സ്ത്രീകളുടെ സഞ്ചാര സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കുകയാണ് ഇതിലൂടെ. എന്താണ് ഷീ സൈക്ലിംഗ്? വിശദമായി സംസാരിക്കാൻ ഷീ സൈക്ലിംഗ് പദ്ധതിയുടെ സീനിയർ നാഷണൽ പ്രൊജക്ട് കോർഡിനേറ്ററായ സീനത്ത് MM ആണ് ഇന്ന് ന്യൂസ് 3-ക്കൊപ്പം ചേരുന്നത്. സ്വാഗതം സീനത്ത് ന്യൂസ് 3-യിലേക്ക്. നമസ്കാരം. എപ്പോഴും ഈ സൈക്ലിംഗ് നല്ലതാണ് എന്ന് നമ്മൾ പറയുമ്പോഴും അതിലേക്ക് ഈ സമയത്തൊക്കെ ഒരുപാട് വേഗത്തിൽ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് സൈക്കിളിലേക്ക് ഒരു മടങ്ങിപ്പോക്ക് എന്ന് പറയുന്നത് എല്ലാവരും ചിന്തിക്കുന്ന കാര്യമായിരിക്കില്ല. പക്ഷെ നിങ്ങൾ അതിനൊരു വലിയ മുൻകൈ എടുക്കുന്നു. കുറേ സ്ത്രീകൾ ഒരുമിച്ച് സൈക്ലിംഗ് രംഗത്തേക്ക് വന്നിരിക്കുന്നു. എന്താണ് ഈ പദ്ധതിയെ കുറിച്ച് വിശദമായി പറയാമോ? ശരിക്കും പറഞ്ഞത് ശരിയാണ്. എല്ലാരും സൈക്ലിങ്ങിലേക്ക് തിരിച്ചു പോകും എന്നല്ല കരുതുന്നത്. പക്ഷെ ഞങ്ങളെ കൊണ്ട് എത്രയോ പേരെ ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സ്ത്രീകളെ. സൈക്ലിംഗ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് തോന്നും. സൈക്കിൾ പഠിക്കുന്നതുകൊണ്ട് എന്താണ്, സൈക്കിൾ ചവിട്ടുന്നതുകൊണ്ട് എന്താണ്. ശരിക്കും സൈക്കിൾ ചവിട്ടുന്നവർക്കറിയാം അതിന്റെ പ്രാധാന്യം എന്താണെന്ന്. ഒരു സ്ത്രീ സൈക്കിൾ ചവിട്ടുമ്പോൾ അവൾക്ക് കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ അവളുടെ മാനസികപരമായിട്ടുള്ള ഒരു സന്തോഷം. പിന്നെ കുറെ സ്ട്രെസ് അനുഭവിക്കുന്നവരാണ് സ്ത്രീകൾ. അതിൽ നിന്നുള്ളൊരു മാറ്റം. നമ്മുടെ സ്വതന്ത്ര സഞ്ചാരം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുതാണ്. അതൊരു സൈക്ലിങ്ങിലൂടെ തന്നെ ഒരു തുടക്കമാകുന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഞാനിപ്പോ ഈ ഷീ സൈക്ലിങ്ങിലേക്ക് വന്നിട്ട് ഒരു 3 വർഷമായി. ശരിക്കും സ്ട്രെസ് എന്താണെന്ന് നന്നായിട്ട് അറിഞ്ഞ ഒരാളാണ് ഞാൻ. നമ്മുടെ കുടുംബത്തിൽ പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നമ്മുടെ ജീവിതത്തിൽ തന്നെ. അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാം, നമ്മുടെ കുടുംബത്തിനെ എങ്ങനെ അതിന് ഫ്രണ്ടിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും, നമ്മുടെ സമൂഹത്തിലേക്ക് എങ്ങനെ സ്ത്രീകൾക്ക് ഇറങ്ങി വരാൻ സാധിക്കും. ശരിക്കും ഇങ്ങനെയൊക്കെയുള്ള ഒരു നല്ലൊരു കോൺഫിഡൻസ് സ്വന്തമായിട്ട് ഒരു സ്ത്രീക്ക് ഉണ്ടാകുക എന്നുള്ളത് ശരിക്കും കുടുംബത്തിനും സമൂഹത്തിനും തന്നെയുള്ള ഒരു മുന്നേറ്റം തന്നെയാണത്. സ്ത്രീ എല്ലാ കാര്യങ്ങളിലും മുന്നിട്ട് നിൽക്കുന്നവരാണ്. കാരണം ഇപ്പോൾ നമുക്ക് വിദ്യാഭ്യാസം എല്ലാം ഉണ്ട്, പക്ഷെ സ്വന്തമായിട്ടൊരു സഞ്ചാരം, സ്വതന്ത്ര സഞ്ചാരം എന്ന് പറഞ്ഞ സ്ത്രീക്ക് ഏറ്റവും പ്രധാനപ്പെട്ട തന്നെയാണ്. അതിനൊരു സംശയമില്ല. ഈ 3 വർഷം കൊണ്ട് 1000-ൽ പരം സ്ത്രീകളെ ഞാൻ ഈ സൈക്ലിങ്ങിലൂടെ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ടാവും. അത് നമ്മുടെ ഒരു സന്തോഷം, ഒരു കൂട്ടായ്മ. അവരെ ആ ഒരു സൈക്ലിങ്ങിലൂടെ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം അത് വേറെ തന്നെയാണ്. ആരോഗ്യപരമായിട്ടാണെങ്കിൽ പറയാനേ ഇല്ല. കാരണം നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ആ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കുറയുന്നു. ഒരു അരമണിക്കൂർ സൈക്കിൾ ചവിട്ടിയാൽ നമുക്ക് കിട്ടുന്ന ഒരു ആരോഗ്യം പ്രധാനപ്പെട്ട തന്നെയാണ് ശരിക്കും. അതിപ്പോ സ്ത്രീ എന്ന് തന്നെയല്ല, കുട്ടികളായാലും പുരുഷന്മാരായാലും സ്ത്രീകളായാലും ആരായാലും സൈക്ലിങ്ങിലൂടെ നമുക്ക് കിട്ടുന്ന ആരോഗ്യം ഏറ്റവും പ്രധാനപ്പെട്ട തന്നെയാണ്. തീർച്ചയായിട്ടും സീനത്ത് പറഞ്ഞതുപോലെ നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, ആദ്യം വീട്ടിൽ നിന്നൊരു സൈക്കിൾ വാങ്ങിക്കൊടുക്കുന്നത് വളരെ ചുരുക്കം ആളുകൾക്കായിരിക്കും. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. ആൺകുട്ടികൾക്ക് അവരൊന്ന് മുതിർന്നു കഴിയുമ്പോൾ ഒരു സൈക്കിൾ വാങ്ങിക്കൊടുക്കും. അത് ഈ വീട്ടിലെ ചെറിയ സാധനങ്ങൾ വാങ്ങാൻ പോകാനും കടയിലെ ആവശ്യത്തിനും ഒക്കെ ആയിട്ടാണ് അങ്ങനെ വാങ്ങിക്കൊടുക്കുക. പക്ഷെ പെൺകുട്ടികളെ ആ സമയത്തും പുറത്തിറക്കാതെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൾച്ചർ പ്രത്യേകിച്ച് കേരളത്തിൽ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുന്ന സഞ്ചാര സ്വാതന്ത്ര്യത്തിൻ്റെ ആദ്യ പടി എന്ന രീതിയിൽ പെഡൽ ചവിട്ടാൻ കൊടുക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ 1000-ഓളം സ്ത്രീകളെ ഈ സൈക്ലിങ്ങിലേക്ക് കൊണ്ടുവന്ന്, അല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടാൻ പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് കേരളത്തിൽ നിന്ന് മാത്രമല്ല എന്നുള്ളത് അതിലേറെ സന്തോഷം. അതിനെക്കുറിച്ച് പറയും. കേരളത്തിൽ മാത്രമായിട്ട് കുറെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ കാശ്മീരിൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് സഹകരണത്തോടുകൂടി സ്ത്രീകളെ സൈക്ലിംഗ് പഠിപ്പിക്കാൻ പോയി. ലഡാക്ക്, പൂനെ. ഇവിടെ ഈ ഇപ്പോ പറഞ്ഞില്ലേ, കേരളത്തിൽ ഇപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വിദ്യാഭ്യാസം കൂടുതലുള്ള ആളുകളാണ്. പക്ഷെ ഈ ഒരു 10-45 വയസ്സിൽ നിൽക്കുന്ന സ്ത്രീകൾ കൂടുതലും സൈക്കിൾ പഠിക്കാത്തവരാണ് ശരിക്കും. പണ്ട് കാലങ്ങളിലേക്ക് പെൺകുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ സൈക്കിൾ കൊടുക്കുകയില്ല, ചവിട്ടാൻ പാടില്ല, അങ്ങനെയൊക്കെ കുറെ മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ വളരെയധികം മാറ്റമുണ്ട്. എന്നിരുന്നാലും ആ പ്രായത്തിലുള്ളവർക്ക് സൈക്കിൾ പഠിക്കുക എന്നുള്ള ഏറ്റവും വലിയ കാര്യം തന്നെയാണ് അവർക്ക്. അപ്പൊ ശരിക്കും കാശ്മീരിൽ ചെന്നപ്പോഴും കണ്ടത് അങ്ങനെയാണ്. അവിടെ ഇപ്പൊ നമ്മുടെ വീടുകളിലാണെങ്കിൽ സൈക്കിളുകൾ ഉണ്ടാവും, ആൺകുട്ടികൾക്കാണെങ്കിലും ഉണ്ടാവും. അവിടെ അങ്ങനെയല്ല, അവര് തൊട്ടുപോലും നോക്കിയിട്ടില്ല സൈക്കിൾ. പക്ഷെ അവിടെ പഠിപ്പിക്കാൻ ചെന്നപ്പോഴും എനിക്ക് വ്യത്യസ്തമായിട്ടാണ് അനുഭവപ്പെട്ടത്. കൂടുതലും അവിടെയുള്ള സ്ത്രീകൾ, ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു, ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് കിട്ടിയ സന്തോഷം, അത് ചവിട്ടി കഴിഞ്ഞപ്പോൾ സ്വന്തമായിട്ട് ചവിട്ടി അവരാ മുന്നോട്ട് പോകുമ്പോൾ
നമ്മൾ സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കൂടിയും, ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, സ്ത്രീയുടെ സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത് തന്നെയാണ്. അതും ഒരു നമ്മൾ മുന്നോട്ട് കൊണ്ടുവരേണ്ടതാണ്. അതെനിക്കൊരു വ്യത്യസ്ത അനുഭവം തന്നെയായിരുന്നു അവിടുത്തതും. ഉം. അങ്ങനെ ഓർക്കാൻ ഇഷ്ടമുള്ള അല്ലെങ്കിൽ എപ്പോഴും മറക്കാൻ ഇഷ്ടമല്ലാത്ത അനുഭവം ഏതെങ്കിലും ഞങ്ങളോട് പ്രത്യേകിച്ച് പറയാനുണ്ടോ? കാരണം താങ്കൾ പറഞ്ഞ കാര്യത്തിൽ നിന്ന് ഞാനതിങ്ങനെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ താങ്കൾ ഒരു സ്ത്രീയെ, നമ്മളൊരു കുട്ടിയെ സൈക്കിൾ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമാണ്. അത് ഫ്രഷ് ആയിട്ടുള്ള മൈൻഡാണ്, നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അതുപോലെ ചെയ്യും. പക്ഷേ ഈ പ്രായമുള്ള സ്ത്രീകളെ, വളർന്ന് വലുതായവരെ സൈക്ലിംഗ് ആ രംഗത്തേക്ക് കൊണ്ടുവരുമ്പോൾ പഠിപ്പിച്ചു കൊടുക്കലും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് അവർ പഠിച്ചു കഴിഞ്ഞ് നമ്മുടെ കൈവിട്ട് സ്വന്തമായി രണ്ട് വീലിൽ ഇങ്ങനെ പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷമൊക്കെ നേരിട്ട് കണ്ടറിഞ്ഞ ആളാണല്ലോ. എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്? ഏതെങ്കിലും ഒരു അനുഭവം ഞങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുണ്ടോ? സത്യം ഞാൻ പറയട്ടെ, 3 വർഷം മുമ്പ് ആണ് ഞാൻ സൈക്കിൾ ഓടിക്കുന്നത്. ആ സൈക്കിൾ ഓടിച്ചപ്പോ എനിക്ക് കിട്ടിയ ഒരു സന്തോഷമുണ്ട്. ശരിക്കും ചവിട്ടി എടുത്ത് കൊണ്ടുപോകുമ്പോ ആ 2 വീലിൽ നമ്മൾ പോകുന്ന ഒരു പോക്ക്, അതൊരു സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതൊരു സ്ത്രീക്ക് കിട്ടുന്ന ഒരു ആത്മവിശ്വാസം ഏറ്റവും വലുതാണ്. അപ്പൊ ഞാൻ ഈ സൈക്കിൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് പിടിച്ചിട്ടൊന്നുമല്ല, അവർക്ക് വരുമ്പോൾ തന്നെ അവർക്ക് ഒരു കോൺഫിഡൻസ് കൊടുക്കും. അത് നമുക്ക് ഇത്രയും പ്രായത്തിനുള്ളിൽ കിട്ടാത്തൊരു സംഗതിയാണ്. നമ്മുടെ മനസ്സിലേക്ക് ആരെങ്കിലും ഒരാൾ സപ്പോർട്ടിങ് തരാന്ന് വെച്ചാൽ ഏറ്റവും വലുതാണ്. അപ്പൊ പിടിച്ചു കൊടുത്തല്ലേ സൈക്കിൾ പഠിപ്പിക്കുന്ന, വരുന്നവരെ ഒരു കോൺഫിഡൻസ് കൊടുത്ത് വീഴില്ല എന്നുള്ളൊരു തോന്നൽ അവർക്ക് കൊടുക്കും. വീഴില്ല എന്നൊരു തോന്നൽ കൊടുത്ത് അവർ ആ സൈക്കിളിലേക്ക് കയറി ഒരു 2-3 ദിവസം കഴിയുമ്പോഴേക്കും ശരിക്കും ഒരു 35-75 വയസ്സ് വരെയുള്ള സ്റ്റുഡൻസ് ഉണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൈക്കിൾ പഠിച്ചവരില്. ആരും വീഴാതെ തന്നെ പഠിച്ചിരിക്കുന്നത്. പക്ഷെ അവർ ആ 3 ദിവസത്തിനുള്ളിൽ അത് ചവിട്ടിയെടുക്കുമ്പോ അവർക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. പല കാര്യങ്ങളും തനിച്ച് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവര് ഉണ്ടാവും, അല്ലാതെ കുറെ പ്രശ്നങ്ങളുള്ള അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു മാനസികമായിട്ടുള്ള മാറ്റം, പിന്നെ ഒരു കൂട്ടായ്മ, അതെല്ലാം വളരെ വ്യത്യസ്തമാണ്. ശരിക്കും ഈ കുട്ടികളെയും പഠിപ്പിച്ചു കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. സ്കൂളുകളിൽ ഞാൻ കുട്ടികളെ പഠിപ്പിക്കാൻ പോയിട്ടുണ്ട് സൈക്ലിങ്ങിന്റെ. പക്ഷെ അവർക്ക് കൊടുക്കേണ്ട ഒരു മാനദണ്ഡം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റോഡ് സെൻസ് കുട്ടികളിൽ കൂടുതൽ ഉണ്ടാവുന്നു. അതൊക്കെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഈ കൂടുതലും വീട്ടമ്മമാരാണ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത് കൂടുതൽ. അപ്പൊ എനിക്ക് ഏറ്റവും സന്തോഷം അത് തന്നെയാണ് കേട്ടാ. വീട്ടമ്മമാരെ വെച്ചാൽ അവർ വീട്ടിൽ തന്നെ ഇരിക്കുന്നവരാണ്. പുറത്തൊക്കെ പോകുന്നുണ്ടെങ്കിലും അവർക്ക് എന്താണ് വസ്ത്രധാരണത്തിൽ പോലും വളരെയധികം മാറ്റം വന്ന കുറെ പേരുണ്ട് ശരിക്കും. അവർക്ക് ആഗ്രഹമുള്ളതൊക്കെ ചെയ്യാൻ ഒരു കോൺഫിഡൻസ് വരിക, ഇപ്പൊ ഈ പ്രായത്തിൽ അത് ഇടാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യമാണ്. ശരിക്കും സൈക്ലിംഗ് മാത്രമല്ല, അവരുടെ ആ ഒരു കോൺഫിഡൻസ് ലെവലിൽ എല്ലാ കാര്യങ്ങളിലും, വസ്ത്രധാരണത്തിലാണെങ്കിലും പെരുമാറ്റത്തിനാണെങ്കിലും സാമൂഹ്യപരമായിട്ടുള്ള എല്ലാം എല്ലാവരോടും ഇടപഴകി മുന്നോട്ട് പോവുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതിനും വളരെയധികം മാറ്റം വന്നിട്ടുണ്ട് ഈ സൈക്ലിങ്ങിലൂടെ ശരിക്കും. ഈ വലിയ മാറ്റത്തിന് സൈക്കിൾ കാരണമായി എന്ന് താങ്കൾ പറയുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. കാരണം ഒരു സാരി ഉടുത്ത ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു പർദ്ദയിട്ടൊക്കെ സൈക്കിൾ ചവിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതേ സമയത്ത് നമ്മളത് നമുക്ക് പറ്റുന്ന വളരെ വേഗത്തിൽ അണിയാവുന്ന വസ്ത്രങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവർ ഒരുപാട് പേരുണ്ടാവും. പക്ഷെ ചുറ്റുപാടുകൾ കൊണ്ട് അതിലേക്ക് നീങ്ങാൻ പറ്റാതെ തടസ്സമായി ഇങ്ങനെ നിന്നവർ സൈക്കിൾ ഒരു കാരണമാക്കി അതിലേക്ക് മാറി എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷമാണ്. അവിടെ ഒരു വലിയ ചേഞ്ച് വരുന്നുണ്ട്. അതെ, ശരിക്കും തീർച്ചയായിട്ടും വളരെയധികം അതില് അവരുടെ വന്ന മാറ്റം, അവർക്ക് എല്ലാവർക്കും, എല്ലാ സ്ത്രീകൾക്കും അവരുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളുണ്ട്. അതവർക്ക് സാധിക്കുമ്പോൾ ശരിക്കും അവരൊരു സന്തോഷം, അവരുടെ ആ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് തന്നെ വേണ്ടിയിട്ടുള്ള ഒരു സന്തോഷം തന്നെയാണത്. അതപ്പോ എല്ലാവരും അംഗീകരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു ചെറിയൊരു സൈക്ലിംഗ് പഠനം മാത്രമല്ല, അതിൽ നിന്ന് വരുന്ന മാറ്റം. അതെ, സൈക്കിൾ ഒരു കാരണം എന്നേ ഉള്ളൂ. അതൊരു വലിയ മാറ്റത്തിലേക്കാണ് താങ്കൾ വെളിച്ചം വീശുന്നതെന്ന് വ്യക്തമായി. അതിനൊരു ബോധവൽക്കരണമൊക്കെ നമുക്ക് നടത്തേണ്ടി വരും. ഇപ്പം ഒരാളെ പഠിപ്പിക്കണം, അല്ലെങ്കിൽ പലയിടത്തുള്ള സ്ത്രീകളെ, ഇപ്പോൾ താങ്കൾ 1000-ഓളം സ്ത്രീകളെ പലയിടങ്ങളിൽ നിന്നുള്ള, ഇന്ത്യയിലെ പലയിടങ്ങളിൽ നിന്നുള്ളവരെ പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അവരുടെ കെട്ടുപാടുകളെല്ലാം പൊട്ടിച്ച് പുറത്തേക്ക് വരണമല്ലോ. അപ്പോൾ അതിനൊരു ബോധവൽക്കരണമൊക്കെ വേണ്ടി വരില്ലേ? എങ്ങനെയാണ് അത് നടത്തുന്നത്? ആരുമായി സഹകരിച്ചാണ് ഈ പദ്ധതി മുന്നോട്ട് പോകുന്നത്? ശരിക്കും കൂടുതലും നമ്മുടെ ഈ കുടുംബശ്രീ, അംഗൻവാടി അങ്ങനെയുള്ള സ്ത്രീകളുണ്ടാവും. പിന്നെ അല്ലാതെ ഓരോ കൗൺസിലേഴ്സ് ഓരോ സെക്ഷനിൽ പറയുന്ന സ്ത്രീകളുണ്ടാവും. അപ്പൊ സ്ത്രീകൾ വന്ന് ബോധവൽക്കരണം നടത്തുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് പഠിക്കാൻ വരുമ്പോ ശരിക്കും ഓരോരുത്തർ കടന്നു വരുമ്പോഴും പലരും വ്യത്യസ്തരാണ് സ്ത്രീകൾ. ഒരാൾക്ക് ഒരു സ്വഭാവം, ഒരാൾക്ക് ഒരു സ്വഭാവം, അങ്ങനെ ആയിരിക്കും അവര് പല സാഹചര്യത്തിൽ നിന്നാണ് വരുന്നത്. അപ്പൊ അവര് വരുമ്പോൾ തന്നെ അവരെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അവരോട് എങ്ങനെയാണ് നമ്മൾ
ഞങ്ങൾ മിങ്കിൾ ചെയ്യേണ്ടതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. എന്നിട്ടായിരിക്കും അവർക്ക് ഓരോ ക്ലാസ് കൊടുക്കുന്നത്. ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും പറഞ്ഞു കൊടുക്കുക. തീർ- അവരതിനനുസരിച്ചിട്ടായിരിക്കും തീർച്ചയായിട്ടും പറഞ്ഞോളൂ. അവരതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച് ചെയ്യുന്നത്. ഉം. അപ്പോഴേക്കും ആദ്യമേ വരുമ്പോ തന്നെ അവർക്ക് ഒരു പേടിയുണ്ടാവും. വീട്ടിൽ നിന്ന് വരുന്നതേ മിക്കവാറും കുറച്ചു പേരൊക്കെ പറയാതെ വരുന്നവരുണ്ട് വീട്ടിൽ നിന്ന്. കാരണം ഈ പ്രായത്തിൽ പോയി സൈക്കിളിൽ നിന്ന് വീണെന്തെങ്കിലും പറ്റിയാൽ വീട്ടിൽ വേറെ ആരും ഉണ്ടാവില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളവർ മിണ്ടാതെ വരുന്നവരുണ്ട്. പഠിച്ചതിന് ശേഷം വീഡിയോ എടുത്ത് ഇട്ട് കൊടുക്കുന്നവരുണ്ട്. മിക്കവാറും പേരും പറഞ്ഞുകൊണ്ടായിരിക്കും വരുന്നത്. അങ്ങനെയുള്ള അപ്പൊ അവരെ നമുക്കത് മാറ്റിയെടുക്കാന്ന് വെച്ചാൽ വലിയൊരു കാര്യമാണ്. പിന്നെ മറ്റുള്ളവർ കാണുന്നത് പഠിക്കുമ്പോ വീഴോ അതൊക്കെ ഉള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണ് സ്ത്രീകൾ കൂടുതലും. അപ്പൊ അതിനനുസരിച്ച് വേണം അവർക്ക് നമ്മൾ ഓരോന്ന് പറഞ്ഞു കൊടുക്കാൻ. പക്ഷെ ഒരു 4-5 ദിവസം കഴിയുമ്പോഴേക്കും ആ വരുന്ന ഒരു വ്യക്തി ആയിരിക്കില്ല ഈ സൈക്കിൾ പഠിച്ചു കഴിയുമ്പോഴേക്കും. തീർച്ചയായിട്ടും നല്ലൊരു മാറ്റമാണ് എല്ലാവർക്കും വരുന്നത്. അത് തന്നെയാണ് ശരിക്കും ഈ അതെ, അത് സൈക്ലിങ്ങിലൂടെ ഞാൻ ശരിയാണ്. അത് ഉദ്ദേശിക്കുന്നത്. താങ്കൾ പറഞ്ഞ പോലെ ഓരോരുത്തരുടെയും കാരണങ്ങൾ പലതായിരിക്കും സൈക്കിൾ ചവിട്ടുന്നതിനുള്ള. ഒന്നെങ്കിൽ ചിലപ്പോൾ താങ്കൾ ആദ്യം നമ്മൾ പറഞ്ഞ പോലെ ആരോഗ്യം നോക്കി ചവിട്ടുന്നവരുണ്ടാകും. ഈ സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ, ദൂരത്തേക്ക് പോകണമെങ്കിൽ, ഒറ്റയ്ക്ക് പോകണമെങ്കിൽ ബസ്സും ഓട്ടോയും മാത്രം ആശ്രയിച്ച് നിൽക്കാതെ ഒന്ന് നമുക്ക് സ്വന്തമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ തുടക്കം സൈക്കിളാണല്ലോ. അപ്പോൾ അതിന് പല പല കാരണങ്ങളുണ്ടാകും. ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ഒരു കെൽപ്പൊക്കെ വരുന്നത് ചിലപ്പോൾ ഈ സൈക്കിൾ പഠിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആത്മവിശ്വാസം കൊണ്ടൊക്കെ ആയിരിക്കും. അപ്പോൾ ഒരു തുടക്കം എന്ന രീതിയിലാണ്. ഒപ്പം നിങ്ങളുടെ പ്രവർത്തനം ഏത് രീതിയിലാണ്? ഈ പഠനം ഒപ്പം ഈ ബോധവൽക്കരണം പിന്നീട് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഇപ്പം ഇന്നും എന്തൊക്കെയോ പ്രോഗ്രാമുകളുണ്ട്. രാത്രി ഇരുട്ടിനെ ഭയപ്പെടേണ്ട എന്നതുകൂടി ഉറക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതെ, ഞങ്ങളുടെ ഒരു പുതിയൊരു പ്രോഗ്രാമാണ് ഫ്രീഡം നൈറ്റ് റൈഡ്. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അത്. അത് കഴിഞ്ഞ മാസമാണ് സെക്കൻഡ് സാറ്റർഡേ ഉദ്ഘാടനം ചെയ്തത്. അതിന് സപ്പോർട്ടായിട്ട് നമ്മുടെ കോർപ്പറേഷൻ സി ഹെഡ് മൊബൈൽ സെഹർ ഒക്കെ ഉണ്ട്. എന്തായാലും നല്ലൊരു പരിപാടിയാണ്. അപ്പൊ ഇന്ന് സൺഡേ നൈറ്റ് ഉണ്ട്, രാത്രി 8 മണിക്ക്. സ്ത്രീകൾക്ക് രാത്രി പുറത്തേക്ക് എങ്ങനെ ഇറങ്ങാൻ സാധിക്കും? ഒരു സ്ത്രീ ശരിക്കും പറഞ്ഞാൽ രാത്രി ഫ്രീ ആയിട്ട് പോകുമ്പോ എങ്ങോട്ടാണ് എന്ന് നമ്മൾ ചോദിക്കും. ശരിക്കും നമ്മുടേതായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നതെങ്കിൽ കൂടിയും അതെന്തിനാണ് എന്നുള്ളൊരു ചോദ്യം എപ്പോഴും വരാറുണ്ട്, എത്രയൊക്കെ ഫ്രീ ആണെന്ന് പറഞ്ഞാലും. അപ്പോൾ നമ്മൾ ശരിക്കും നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. എന്തെങ്കിലും ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ ആർക്കെങ്കിലും ഒരു അത്യാവശ്യം വരാം, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വരാം. നമുക്ക് എന്തിനു വേണമെങ്കിലും ഒന്ന് രാത്രി പുറത്തേക്ക് പോകണമെങ്കിൽ ശരിക്കും ഒരു ഭയപ്പാടുണ്ട്. ഈ ഫ്രീഡം നൈറ്റ് റൈഡ് ശരിക്കും തിരുവനന്തപുരത്താണ് ആദ്യം തുടങ്ങിയത്, കൊറോണക്ക് മുമ്പ്. പക്ഷെ അവിടെ സ്ത്രീകളും പുരുഷന്മാരും എല്ലാരും കൂടി ചേർന്നാണ് അത് നടത്തിയിരുന്നത്. പക്ഷെ അപ്പോൾ അവിടെ ചെന്നപ്പോ ഇപ്പൊ ട്രൈസൈക്കിളിന്റെ പരിശീലനം ഉണ്ടായിരുന്നു കഴിഞ്ഞ മാസം. അപ്പൊ അവിടെ ചെന്നപ്പോഴാണ് ഞാൻ ഇത് ഫ്രീഡം നൈറ്റ് റൈഡ് കാണുന്നത്. അപ്പൊ ഞാൻ ഓർത്തു, ഇവിടെ കൊച്ചിയിൽ സ്ത്രീകൾക്ക് വേണ്ടി വെച്ചാൽ എന്താണ്? കാരണം ഞങ്ങളുടെ ഇവിടെ ക്ലബ്ബ് ഐഷിറോസ് കൊച്ചി എന്ന് പറയും. ഷീ സൈക്ലിംഗ് പഠിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലബ്ബാണ്. സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള സൈക്ലിംഗ് ക്ലബ്ബാണ്. അപ്പൊ അതിലുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, കാരണം ഒരു മടിയും കൂടാതെ നമുക്ക് ആ സൈക്കിൾ എടുത്തിട്ട് നമ്മുടെ ഒരു അത്യാവശ്യ കാര്യം കാണണമെന്നുണ്ടെങ്കിൽ രാത്രിയും പോകാൻ സാധിക്കണം സ്ത്രീക്ക്. ആ ഒരു മടി അവർക്ക് മാറി കിട്ടണം. ചിലപ്പോൾ ആദ്യം നമ്മുടെ വീട്ടിൽ നിന്ന് ചോദിക്കും എന്തിനാണ്, പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം മറ്റുള്ളവർ ചോദിക്കുന്ന ഒരു മടി കൊണ്ടായിരിക്കും നമ്മൾ ഇറങ്ങാതിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന് പോകാൻ സാധിക്കണം. പെട്ടെന്ന് നന്നായിട്ട് നല്ലൊരു പരിപാടിയായിട്ടാണ് തോന്നിയത്. കാരണം എല്ലാവരും ആ ഒരു മഴയാണെങ്കിലും കുറെ പേര് 10-45ഓളം പേര് അതിൽ പങ്കെടുത്തായിരുന്നു. ഓക്കെ, അപ്പൊ ഇന്ന് നൈറ്റ് പറഞ്ഞോളൂ. സ്ഥലം എവിടെ നിന്നാണ്, എത്ര പേരാണ് പങ്കെടുക്കുന്നത് ഇന്നത്തെ പരിപാടിയിൽ? ഇന്നത്തെ പരിപാടിയിലും ഒരു 10-30 പേരുണ്ട്. ഫോർട്ട് കൊച്ചിയിലാണ് നടത്തുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് പേർക്ക് പ്രചോദനമാകട്ടെ ആ ഒരു നൈറ്റ് യാത്ര. രാത്രിയെ പേടിക്കാതെ, ഇരുട്ടിനെ പേടിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്നുള്ളതാണ്. നൈറ്റ് യാത്ര മാത്രമല്ല, ചെറുതായിട്ട് ചെറിയ കഥകളും പാട്ടും ഡാൻസ് ഒക്കെ ആയിട്ട് കുറച്ച് സമയം, ഒരു 11 മണി വരെ. 11 മണി വരെ ഗംഭീരമാണ്. അപ്പൊ പരിപാടി അങ്ങനെ ഗംഭീരമായിട്ട് പോട്ടെ. മറ്റൊന്ന് ആരോഗ്യം.
സീനത്ത് മാം ഇങ്ങനെ ഇപ്പോഴും രാവിലെ സൈക്ലിംഗ് ഒരു ശീലമാക്കിയിട്ടുണ്ടോ, ദിനചര്യയുടെ ഭാഗമാക്കിയിട്ടുണ്ടോ? കാരണം ഈ വയറ് കുറയ്ക്കാനും ഫിറ്റ്നസ്സിനും ഒക്കെ വേണ്ടി നമ്മൾ ജിമ്മിലൊക്കെ പോകുന്നൊരു കാലമാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ലൈഫിൽ ആരോഗ്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ആളുകൾക്ക് തോന്നി തുടങ്ങിയ ഒരു കാലം കൂടിയാണ്. അപ്പോൾ അങ്ങനെ വരുന്നവർ ഉണ്ടോ ഒരുപാട് പേര്? ശരിക്കും അങ്ങനെ വരുന്നവരും കുറെ പേരുണ്ട്. കാരണം ഈ പഠിച്ചവരിൽ തന്നെ ഡെയിലി സ്ഥിരമായിട്ട് ഒരു 6 മണിയാകുമ്പോഴേക്കും സൈക്കിൾ സ്ഥിരം ചവിട്ടുന്നവർ കുറെ പേരുണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ സ്ഥിരം സൈക്കിൾ ചവിട്ടാറുള്ള ആളാണ് രാവിലെ. പക്ഷെ ഇപ്പോ കുറച്ചൊരു സർജറി കഴിഞ്ഞതിന് ശേഷം ഞാൻ മോർണിംഗ് കുറച്ചിരിക്കുകയാണ്. ഇപ്പൊ പക്ഷെ എന്റെ ശരിക്കും ഒരു ആർത്രൈറ്റിസ് പേഷ്യന്റ് ആണ് ഞാൻ. ജോയിന്റ് പെയിൻ ഉണ്ടായിരുന്നു എനിക്ക് ശരിക്കും ജോയിന്റിനൊക്കെ നല്ല റിലീഫ് കിട്ടുന്നത് നമ്മൾ സൈക്കിൾ ചവിട്ടുമ്പോൾ ശരിക്കും നല്ല മസിൽസിനൊക്കെ നല്ലതാണ്. എനിക്കിപ്പോ കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ ശരിക്കും മെഡിസിൻ കഴിച്ചിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ 22 വർഷമായിട്ട് ഞാൻ മെഡിസിൻ കഴിച്ചിരുന്നതാണ്. ഇപ്പൊ ഈ 3 വർഷമായിട്ട് ഞാൻ ആർത്രൈറ്റിസിന്റെ മെഡിസിൻ കഴിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഏറ്റവും ജോയിന്റിന് ഏറ്റവും നല്ലതാണ് നമുക്ക്. പിന്നെ സ്ട്രെസ് കുറക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ഇന്നത്തെ ജീവിതചര്യ എന്നുണ്ടെങ്കിൽ സ്ട്രെസ് കൂടുതലാണ് എല്ലാവർക്കും. കുട്ടികളാണെങ്കിലും ശരി, വലിയവരാണെങ്കിലും ശരി, എല്ലാവർക്കും നമ്മൾ ഈ സൈക്കിൾ ചവിട്ടുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷ ഉണർവൊക്കെ ഉണ്ട്. നമുക്ക് ഏറ്റവും നല്ല എക്സസൈസ് എന്ന് പറയുന്നത് സൈക്ലിങ്ങും നീന്തലുമാണ്. പക്ഷെ നീന്താൻ നമുക്ക് വെള്ളം എല്ലാവർക്കും സാധിച്ചെന്ന് വരില്ല. സൈക്കിൾ ആകുമ്പോൾ ഒരു ഇത്തിരി കാറ്റടിച്ച സുഖമായിട്ട് അങ്ങ് പോകും. രാവിലെ എഴുന്നേറ്റ് ഒരു 1/2 മണിക്കൂർ വ്യായാമം ചെയ്തു വന്ന ശരിക്കും ആ ദിവസം ഫുള്ള് നമ്മളൊരു എനർജറ്റിക് ആയിരിക്കും, സ്ട്രെസ് കുറവായിരിക്കും, എല്ലാം. അതാണ് ഏറ്റവും വലുത്. ശരിക്കും നമ്മുടെ ആരോഗ്യമാണ് ഏറ്റവും പ്രധാനം. അതെ, രണ്ട് പിന്നെ നമ്മുടെ കാര്യങ്ങളാണ്. ഒന്ന് ആരോഗ്യം, ഏറ്റവും വേണമെങ്കിൽ ഒരു വാഹനം എന്ന് പറയുന്ന സൈക്കിൾ തന്നെയാണ്, അതിനൊരു സംശയമില്ല. ഒരു സംശയമില്ല, ഉറപ്പാണ്. അത് ശരിയാണ് പറഞ്ഞത്. അതിനൊരാള് നമ്മളെ ഒന്ന് പുഷ് ചെയ്യണം ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ. അങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരെ എന്ന് മനസ്സിലാക്കുന്നു. സീനത്തിനെ പോലെയുള്ള ഒരുപാട് പേര്. അതിൽ വലിയ സന്തോഷം. നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഒരുപാട് സ്ത്രീകൾ ഇനിയും സഞ്ചാര സ്വാതന്ത്ര്യം എന്താണെന്ന് അറിയട്ടെ, അതിന് തുടക്കമാകാൻ ഷീ സൈക്ലിംഗ് കഴിയട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. ഞങ്ങൾക്ക് അതിഥിയായിട്ടിയതിന് വളരെയധികം നന്ദി. താങ്ക് യു. ന്യൂസ് 3 തുടരും ഇടവേളയ്ക്ക് ശേഷം.